नमस्ते बच्चों, पिछले क्लास में हमने संगति का प्रभाव नामक पाठ के कुछ भाग पढ़ाया। डाकुओं के घर के पास राजा जाने समय वहाँ के तोते ने कहा, दौड़ो पकड़ो उसका घोड़ा को छीन लो। तब राजा ने बड़ी देर से वहाँ से जा आगे उन्होंने एक मुनि के आश्रम के पास गया। वहाँ एक तोते अमरूद और आम के वृक्ष में बैठा। वह तोता ने कहा, आइए राजन, आपका स्वागत है। अतिथि आ गया है, उसके आद्य लाओ और आसन लाओ। तब वहाँ के मुनि आ गया और राजा का स्वागत किया। तो आगे देखिए, राजा ने मुनि को सारी बात बताई तथा विस्मय से पूछा, एक ही जाति के पशुओं के स्वभाव में इतना अंतर क्यों? രാജാവ് മുനിയോട് എല്ലാ കാര്യവും പറഞ്ഞു, ഉണ്ടായ കാര്യങ്ങളൊക്കെ പറഞ്ഞു. എന്നിട്ട് അത്ഭുതത്തോടു കൂടി പറഞ്ഞു, एक ही जाति के पशुओं के स्वभाव में इतना अंतर क्यों? രണ്ട് സ്ഥലങ്ങളിലും അദ്ദേഹം തത്തയെയാണ് കണ്ടത്. പക്ഷേ രണ്ട് പക്ഷികൾക്കും വ്യത്യസ്തമായ സ്വഭാവം. എന്തുകൊണ്ടാണ് ഇങ്ങനെ? രണ്ടും ഒരേ ജാതിയിലുള്ള പക്ഷികളാണ്, പക്ഷേ രണ്ടു പേർക്കും വ്യത്യസ്തമായ സ്വഭാവം. എന്തുകൊണ്ടാണ് ഇങ്ങനെ? मुनि के बदले तोता ही बोला, राजन, हम दोनों एक ही माता पिता की संतान है, किंतु उस तोते को डाकू ले गया दे और मैं मुनि के आश्रय में आ गया। वह डाकुओं की बातें सुनता है और मैं मुनियों के वचन सुनता हूँ। अपने स्वयं ही देख लिया कि किस प्रकार संगति के असर से प्राणियों में गुण या दोष आ जाता है। രാജാവിൻ്റെ ഈ ചോദ്യം കേട്ടപ്പോൾ മുനിയല്ല പറഞ്ഞത്, തോത്തയാണ് പറഞ്ഞത്. എന്താ പറഞ്ഞത്? മുനിക്ക് ബദലെ തോത്ത ഹി ബോല, മുനിക്ക് പകരം തത്ത പറഞ്ഞു, രാജൻ, ഹം ദോനം എക് ഹി മാതാപിതാക്കി സന്താൻ ഹേ, ഞങ്ങൾ രണ്ടുപേരും ഒരേ മാതാപിതാക്കളുടെ സന്താനമാണ്. കിന്തു ഉസ് തോത്തേക്കോ ടാക്കു ലേഖയ, ആ തത്തയെ ആരാണ് കൊണ്ടുപോയത്? ടാക്കു, അതായത് കൊള്ളക്കാരനാണ് കൊണ്ടുപോയത്. ഓർ മേ മുനിക്ക് ആശ്രമമേ ആകയ, ഞാനാണെങ്കിൽ ഈ മുനിമാരുടെ ആശ്രമത്തിലും എത്തിപ്പെട്ടു. और ടാക്കുओं की बातें सुनता है, അവൻ എപ്പോഴും ആരുടെ വാക്കാണ് കേൾക്കുന്നത്? ടാക്കുओं की बातें, കവർച്ചക്കാരുടെ സംസാരമാണ് കേൾക്കുന്നത്. और मैं मुनियों के वचन सुनता हूँ, ഞാനാണെങ്കിൽ എപ്പോഴും മുനിവചനങ്ങളാണ് കേൾക്കുന്നത്. आपने स्वयं ही देख लिया कि किस प्रकार संगति के असर से प्राणियों में गुण या दोष आ जाता है. आपने स्वयं ही देखा, അങ്ങ് സ്വയം മനസ്സിലാക്കിയില്ലേ? किस प्रकार संगति के असर, അതായത് ബന്ധങ്ങളുടെ അസർ, പ്രഭാവം, പ്രാണിയോമേ ഗുൺ യാ ദോഷ് ആ ജാത്ത ഹേ. ഈ പ്രാണി എന്ന് പറഞ്ഞാൽ ഇവിടെ പക്ഷിയാണ് ഉദ്ദേശിച്ചത്. അവരിൽ ഗുണമാണോ ദോഷമാണോ ഉണ്ടാക്കുന്നത് അങ്ങ് നേരിട്ട് മനസ്സിലാക്കിയില്ലേ? आश्रम में 2 दिन रहकर राजा लौट आया. उसने अपने मंत्रियों के साथ सलाह कर डाकुओं की बस्ती में एक उपनगर बनवाया. डाकुओं को डाका डालने की नौबत ही न आई, इसलिए उनके परिवार के हर सदस्य को कुछ न कुछ काम सौंप दिया. इससे उनकी रोजी रोटी आराम से चलने लगी. राजा ने वहाँ एक पाठशाला भी खुलवा दी, जिसमें उनके बच्चों को पढ़ाई लिखाई तथा धनुर्विद्या सिखाई जा सके और उनमें अच्छे संस्कार भी पैदा किया जा सके. ആശ്രമം മേ 2 दिन देखकर രാജാ ലൗട്ട് ആയ, 2 ദിവസം ആശ്രമത്തിൽ നിന്നിട്ടാണ് രാജാവ് സ്വന്തം രാജ്യത്തിലേക്ക് തിരിച്ചു പോയത്. ഉസ്നെ അപ്നെ മന്ത്രിയോ കെ സാത്ത് സലാഹ് കർ, അദ്ദേഹം തൻ്റെ മന്ത്രിമാരുടെ സലാഹ് എന്ന് പറഞ്ഞാൽ അഡ്വൈസ്, ഉപദേശപ്രകാരം ടാക്കുओं की बस्ती में एक उपनगर बनवाया. ടാക്കുओं की बस्ती എന്ന് പറഞ്ഞാൽ ഇവരുടെ റെസിഡൻസ്. ടാക്കുओं की बस्ती എന്ന് പറഞ്ഞാൽ കവർച്ചക്കാരുടെ വീടിനവിടെ ഒരു ഉപനഗർ ബൻവായ, ഒരു കോളനി ഉണ്ടാക്കി. ടാക്കുओं को टाका डालने की नौबत ही न आई, അവർക്ക് എന്തുണ്ടായില്ല? അവർക്ക് ടാക്ക, കവർച്ച ചെയ്യാനുള്ള അവസരമേ ഉണ്ടായില്ല. നൗബത്ത് പറഞ്ഞ അവസ്ഥ ഉണ്ടായില്ല. इसलिए उनके परिवार के हर सदस्य को कुछ न कुछ काम सौंप दिया. രാജാവ് അവർക്ക് ഓരോ ജോലി കൊടുത്തു, ചെറിയ ചെറിയ ജോലികൾ കൊടുത്തു. इससे उनकी रोजी रोटी आराम से चलने लगी. അങ്ങനെ അവരുടെ എല്ലാ ദിവസവും ഭക്ഷണങ്ങളൊക്കെ നല്ലവണ്ണം, അതായത് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല. ദൈനംദിന ജീവിതം സുഖകരമായി നീങ്ങി. രാജാനെ വഹാം എക് പാഠശാല ബി കുൽവാ ദി, രാജാവ് പിന്നീട് അവിടെ ഒരു പാഠശാല, ഒരു വിദ്യാലയവും തുറന്നു. जिसमें उनके बच्चों को पढ़ाई लिखाई तथा धनुर्विद्या सिखाई जा सके. അവിടെ വെച്ചിട്ട്
ഈ കൊള്ളക്കാരുടെ കുട്ടികൾക്ക് പഠനങ്ങളും അതുപോലെ ധനുർവിദ്യ അതായത് ആർച്ചറി അമ്പെയ്ത്തും പഠിപ്പിച്ചു. और उनमें अच्छे संस्कार भी पैदा किया जा सके. അവർ നല്ല സംസ്കാരം നല്ല കുട്ടികളാക്കി അവരെ വളർത്തിയെടുക്കാനുള്ള ശ്രമവും നടത്തി. राज्य के नागरिकों के संपूर्ण विकास हेतु राजा अन्य योजनाएं भी बनाई लगा. इस प्रकार राजा ने बुरे लोगों की सुधारने का मौका दिया तथा उनके लिए ज़रूरी साधन उपलब्ध कराई. राज्य के नागरिकों के संपूर्ण विकास ഈ ആളുകളുടെയൊക്കെ പൂർണ്ണമായ വികാസം എന്ന് പറഞ്ഞാൽ ഡെവലപ്മെൻറ്റ് ഇവരുടെ നല്ല പുരോഗതിക്ക് വേണ്ടി രാജ അന്യ യോജനയും ബി ബനാനെ ലഗ. യോജന എന്ന് പറഞ്ഞാൽ പ്ലാൻ. രാജാവ് പുതിയ പുതിയ പ്ലാനുകളൊക്കെ തയ്യാറാക്കി. ഇസ് പ്രകാർ രാജാനെ ബൂരെ ലോകോക്കോ സുധാരണേക്ക മൗക്ക ദിയ. അങ്ങനെ ഈ ആളുകളെയൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ മാറ്റിയെടുക്കാനുള്ള അവസരം രാജാവിന് ലഭിച്ചു. ഉൻകെ ലിയെ ജരൂരി സാധൻ ഉപലബ്ധ കരായി. അതിന് വേണ്ട റിസോഴ്സ് സാധനം എന്ന് പറഞ്ഞാൽ റിസോഴ്സ് സാധനങ്ങളെല്ലാം അദ്ദേഹം ഉപലബ്ധ കരായെ അവർക്ക് എത്തിച്ചു നൽകി. അവൈലബിൾ എന്നാണ് ഉപലബ്ധ എന്നുള്ള ശബ്ദത്തിൻ്റെ അർത്ഥം. അങ്ങനെ രാജാവ് ആ കവർച്ചക്കാരെയൊക്കെ മാറ്റിയെടുത്തു, നല്ല ആളുകളാക്കി വളർത്തി. बच्चों आप ये पाठ वाचन कीजिए और उस पाठ के संबंधी विलोम शब्द देखिए. गुण दोष राजा रक विकास हास अंदर बाहर संपूर्ण अपूर्ण शक्तिशाली शक्तिहीन. बच्चों आप अब ये पाठ के प्रश्न और उत्तर देखिए. पहला प्रश्न, राजा कहाँ जा रहा था? രാജാവ് എവിടെയായിരുന്നു പോയിരുന്നത്? രാജ अपने राज्य की वन संपदा को निरीक्षण करते हुए वन में जा रहा था. രാജ अपने राज्य की രാജാവ് തൻ്റെ രാജ്യത്തെ വനസമ്പത്ത് കാ നിരീക്ഷൺ അത് നോക്കുന്നതിന് വേണ്ടിയിട്ട് വനസമ്പത്ത് നോക്കുവാൻ വേണ്ടി വൻമേ ജാ രഹാ ഥാ വനത്തിലാണ് പോയിരുന്നത്. दूसरा क्वेश्चन, राजा को रास्ते में कौन मिला? राजा को रास्ता में डाकुओं की बस्ती का तोता मिला. राजा को रास्ते में डाकुओं की बस्ती का तोता मिला. രാജാവിന് വഴിയിൽ നിന്നും ടാക്കുओं की बस्ती ടാക്കുകൾ അതായത് കൊള്ളക്കാരുടെ വീടിനുള്ള തോത്ത മില തത്തയെ കണ്ടുമുട്ടി. तीसरा क्वेश्चन, पहले तोते ने राजा को देखकर क्या कहा? पहले तोते ने राजा को देखकर क्या कहा? ആദ്യത്തെ തത്ത രാജാവിനെ കണ്ടപ്പോൾ എന്താണ് പറഞ്ഞത്? पहले तोते ने राजा को देखते ही कहा, दौड़ो पकड़ो लूट लो इसे, इसका घोड़ा छीन लो. पहले तोते ने राजा को देखते ही कहा, दौड़ो पकड़ो लूट लो इसे, इसका घोड़ा छीन लो. ആദ്യത്തെ തത്ത പറഞ്ഞത് രാജാവിനെ കണ്ടപ്പോൾ പറഞ്ഞു, ഓടിക്കോ പിടിച്ചോ, അയാളുടെ കവർച്ച ചെയ്യൂ, ഇസ്ക ഗോഡ ചില്ലു, അദ്ദേഹത്തിൻ്റെ കുതിരയെ മോഷ്ടിക്കൂ എന്നാണ് പറഞ്ഞത്. ആകെ देखिए, मुनियों को आश्रम के तोता ने राजा को देखकर क्या कहा? मुनियों के आश्रम के तोते ने राजा को देखकर क्या कहा? മുനിയുടെ ആശ്രമത്തിലുള്ള തത്ത എന്താണ് പറഞ്ഞത്? मुनियों के आश्रम के तोते ने राजा को देखकर कहा, आइए राजन आपका स्वागत है, अरे अतिथि पधारे हैं, अद्य लाओ आसन लाओ. मुनियों के आश्रम के तोते ने राजा को देखकर कहा, आइए राजन आपका स्वागत है, अरे अतिथि पधारे हैं, अद्य लाओ आसन लाओ. മുനിയുടെ ആശ്രമത്തിലുള്ള തത്ത പറഞ്ഞത്, വന്നാലും രാജാവേ അങ്ങേക്ക് സ്വാഗതം, അതിഥി വന്നിട്ടുണ്ട്, അദ്ദേഹത്തിന് അദ്യ ലാവോ എന്ന് പറഞ്ഞാൽ ഭക്ഷണം കൊണ്ടുവരൂ, ആസൻ ലാവോ അദ്ദേഹത്തിന് ഇരിപ്പിടം കൊണ്ടുവരൂ. आगे देखिए, एक ही जाति के पक्षियों में इतना अंतर क्यों है? एक ही जाति के पक्षियों में इतना अंतर क्यों है? ഒരേ ജാതിയിലുള്ള പക്ഷികളുടെ സ്വഭാവത്തിൽ എന്താണ് ഇങ്ങനെ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. एक ही जाति के पक्षियों में इतना अंतर इसलिए था क्योंकि दोनों पक्षी अलग अलग प्रकार की संगति में था. एक ही जाति के पक्षियों में इतना अंतर इसलिए था क्योंकि दोनों പക്ഷി अलग अलग प्रकार की संगति में था. രണ്ട് പക്ഷികളും വ്യത്യാസം കാണിക്കാൻ കാരണം രണ്ടുപേരും
വ്യത്യസ്തമായ സംഗതി എന്ന് പറഞ്ഞാൽ സ്വഭാവം കാണിക്കാൻ കാരണം എന്താണ്? രണ്ടുപേരും വ്യത്യസ്തമായ ബന്ധമാണ് കാണിക്കുന്നത്, രണ്ടുപേരും വ്യത്യസ്തമായ സാഹചര്യത്തിലാണ് ജീവിക്കുന്നത്. ആകെ देखिए രാജാനെ ടാക്കുവോं के लिए क्या किया? രാജാവ് കൊള്ളക്കാർക്ക് വേണ്ടി എന്തെല്ലാം ചെയ്തു? രാജാനെ ടാക്കുവോं के लिए क्या किया? രാജാനെ ടാക്കുവോं की बस्ती में एक उपनगर बनाया. രാജാനെ ടാക്കുവോं की बस्ती में एक उपनगर बनाया. അവരുടെ വീടിനടുത്തായിട്ട് തന്നെ ഒരു കോളനി നിർമ്മിച്ചു. उनके परिवार के हर सदस्य को काम पर लगाया. उनके परिवार के हर सदस्य को काम पर लगाया. അയാളുടെ പരിവാർ എന്ന് പറഞ്ഞാൽ കുടുംബത്തിലുള്ള എല്ലാവർക്കും ജോലി നൽകി. बच्चों के लिए പാഠശാല കുൽവാദി. കുട്ടികൾക്ക് വേണ്ടി പാഠശാല എന്ന് പറഞ്ഞാൽ വിദ്യാലയം, കുൽവാദി തുറന്നു, കുട്ടികൾക്ക് വേണ്ടി വിദ്യാലയം തുറന്നു. उनके जीवन में सुधार के कई काम किया. അവരെ അവരുടെ പുരോഗതിക്ക് വേണ്ടിയിട്ട് പല കാര്യങ്ങളും ചെയ്തു. थैंक यू बच्चों. ये प्रश्न और उत्तर आप अपने पाठ्यपुस्तक नोटबुक में लिखिए. धन्यवाद.